പക്ഷേ നമസ്കാരം. നമസ്കാരം. വാർത്ത കലയെക്കുറിച്ചാണ്, കലാരംഗത്തുള്ള ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചാണ്. ഏതൊരു കലാകാരനും, പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ വലിയ അഭിമാനത്തോടെ കേൾക്കാവുന്ന വിശ്രുത ചിത്രകാരന്മാരെക്കുറിച്ചും വിശ്രുതരായിട്ടുള്ള വലിയ കലാകാരന്മാരും അവരുടെ സൃഷ്ടികൾക്കും വില ഉണ്ടായിരിക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ ആഗോള കലാവിപണിയിൽ, ലോകത്തിൻ്റെ കലാവിപണി തകരുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് പോകുമ്പോൾ ഇന്ത്യ അത് വലിയ കുതിപ്പ് നേടുകയാണ്. റെക്കോർഡ് വളർച്ചയാണ് ലേലങ്ങളിലൊക്കെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താ മാഷേ? സൂചിപ്പിക്കുന്നത് വളരെ നേർക്കുനേരെ പറഞ്ഞാൽ ഒരു രാജ്യം പുരോഗമിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ അടയാളമാണ്. എങ്ങനെയാണ് ഒരു രാജ്യം നേടുന്ന പുരോഗതിയെക്കുറിച്ച് നമുക്ക് രണ്ട് സോഴ്സാണ് കിട്ടുക. എപ്പോഴും അധികാരത്തിലിരിക്കുന്നവൻ്റെ സോഴ്സ്. ചരിത്രം അങ്ങനെയാണ്. രണ്ട് തരം ചരിത്രങ്ങളാണ് നമുക്ക് ലഭ്യമാകുക. ഭരണകൂടം അവനവൻ്റെ വാഴ്ത്തുപാട്ടുകൾ സ്തുതിപാഠകന്മാരെ കൊണ്ട് എഴുതിക്കുന്ന ഒരു രീതി പണ്ടേ ഉണ്ട്. ബാലഡ്സൊക്കെ അങ്ങനെ രാജാക്കന്മാരുടെ മഹിമ പാടി പുലർത്തും. ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ വലിയ പൈസ മുടക്കി, ജനങ്ങളുടെ പണം മുടക്കിയിട്ട് ഇപ്പോൾ സർക്കാർ പരസ്യം PR വർക്കാണ് ഒന്ന്. എന്നാൽ അതിൻ്റെ യഥാർത്ഥ ചരിത്രം പറയുന്ന ഒരു കൂട്ടർ എല്ലാ കാലത്തും എല്ലാ ദേശത്തും ഉണ്ട്. വിദൂഷകന്മാരുൾപ്പെടെയുള്ള കലാകാരന്മാരാണ്. അവർ പറയുമ്പോഴാണ് രാജ്യം യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്, ദുരിതമയമാണോ അതല്ല ഐശ്വര്യപൂർണ്ണമാണോ, ബീർബലിനെ പോലെ അതാണ്. അങ്ങനെയുള്ള പാഠങ്ങൾ വരും. അതുകൊണ്ട് തന്നെയാണ് സാറിന് അറിയായിരിക്കും, ഇപ്പോൾ ചരിത്രം വായിച്ചു പോകുമ്പോൾ രസകരമായൊരു കാര്യം കലാചരിത്രത്തിലും അതുണ്ട്. നമ്മുടെ തിയേറ്ററുകൾ ഉണ്ടായത് എങ്ങനെയാണ്, നമ്മുടെ നാടകങ്ങളുടെ വളർച്ച എങ്ങനെയാണ്, വലിയ ഭൂപ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അരമനകളിലാണ് കലാസൃഷ്ടി അരങ്ങേറിയത് പലപ്പോഴും. അതുണ്ടായത് അതിന് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, അവർക്കാണ് അതിന് ശേഷി ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം, ബുദ്ധിയുള്ള ഭരണാധിപന്മാരെപ്പോഴും ഈ രാജകിങ്കരന്മാരുടെ റിപ്പോർട്ടുകളെ വിശ്വസിക്കില്ല. അല്ലെങ്കിൽ മന്ത്രിമാർ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളിൽ മായമുണ്ട് എന്ന് അവർക്കറിയാം. പല താല്പര്യങ്ങളും അതിനകത്ത്. മന്ത്രിമാരുടെ മന്ത്രവുമുണ്ട്, മായവുമുണ്ട്. അത് രണ്ടും ഉണ്ടാവും. അപ്പോൾ ഇതിനെ മറികടക്കാൻ എന്നും ബുദ്ധിയുള്ള രാജാക്കന്മാർ സ്വീകരിച്ചൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ കലാപരിപാടികൾ നടത്തുക. കലാകാരന്മാർ വിദൂഷക വേഷം അണിഞ്ഞിട്ടാണെങ്കിലും സത്യം പറയും. കാരണം അവൻ ഹൃദയം കൊണ്ടാണ് സംസാരിക്കുന്നത്. ഹൃദയം കൊണ്ട് സംസാരിക്കുമ്പോൾ അവന് നുണ പറയാൻ പറ്റില്ല. അവൻ്റെ ഉള്ളിൽ അവൻ യഥാർത്ഥ കലാകാരനാണെങ്കിൽ, അത് റോബിൻജിക്ക് മനസ്സിലാവും, യഥാർത്ഥ കലാകാരനാണെങ്കിൽ അവൻ സ്വതന്ത്രനായിരിക്കും. രണ്ട്, അവൻ്റെ ദൈവം സത്യം മാത്രമായിരിക്കും, അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാത്തിനും ഒടുവിൽ ഒരു രാജസദസ്സാണെങ്കിലും അത്തരം ചരിത്രത്തിലെ വർത്തമാനങ്ങളാണെങ്കിലും ഒക്കെ ഒടുവിൽ ആ ഒരു ഭരണാധിപൻ ചോദിക്കുന്നത് ഈ കലാകാരനോടാണ്, ആസ്ഥാന വിദൂഷകനോടാണ്. കാരണം അത് ഒരു കാര്യം ഉറപ്പിച്ചോളൂ. കാരണം ഇപ്പോൾ നാടകം എന്ന വാക്കുണ്ടായത് തന്നെ നാടിൻ്റെ അകമാണ് നാടകം. അതുകൊണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയ കാര്യം, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മറുവശമുണ്ട്. നമ്മൾ ടിപ്പു സുൽത്താനെക്കുറിച്ചും രജപുത്രന്മാരെ കുറിച്ചൊക്കെ കേട്ട കഥകളുണ്ട്. അതുപോലെ നമ്മുടെ പെരുമാക്കന്മാരുടെ കഥ, നമ്മുടെ ഉദയഗിരി കോലത്തിരി കഥ. ഈ കഥയിലൊക്കെ സൗകര്യം കിട്ടുമ്പോഴൊക്കെ രാജകൊട്ടാരത്തിൽ നാടകം അരങ്ങേറുന്നുണ്ട്. അത് എന്തിനാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ് കാര്യം. നാടിൻ്റെ അകമറിയാൻ ഈ കലാകാരൻ വരണം, അവനെ നേര് പറയൂ. അവന് ഒരു സുരക്ഷിതത്വം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അവൻ വേറൊരു വേഷത്തിലാണ് സംസാരിക്കുക. റോബിൻ തിരുമലയല്ലല്ലോ നാടകത്തിൽ വേഷമിടുക, അതൊരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ നാവ് കൊണ്ട് മഹാരാജാവിൻ്റെ മുഖത്ത് നോക്കി നേർക്കുനേരെ പറയേണ്ടതൊക്കെ പറഞ്ഞിരിക്കും അവർ. തിരുവിതാംകൂർ രാജവംശത്തിൽ കാർത്തിക തിരുനാൾ, ധർമ്മരാജാവെന്ന് വാഴ്ത്തിയ കാർത്തിക തിരുനാളിൻ്റെ രാജസദസ് എത്ര പേരെ കൊണ്ട് സമ്പന്നമായിരുന്നു. ഉണ്ണായി വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, തീർച്ചയായിട്ടും ആ രാജാക്കന്മാരോടൊക്കെ ഈ ഉണ്ണായി വാര്യർക്കും കുഞ്ചൻ നമ്പ്യാർക്കും ഒക്കെ പറയേണ്ടത് പറയാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് അവരുടെ കലയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതാണ് രാജസദസ് അലങ്കരിക്കുന്നവർ. അതാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ, ഇന്ത്യൻ ആർട്ട് ബിസിനസ്, ഇതിപ്പോൾ ചിത്രകലയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് അല്ലേ. ഇന്ത്യൻ പെയിൻറ്റിങ്സിൻ്റെ മാർക്കറ്റിൽ വലിയ കുതിച്ചു എന്ന് വെച്ചാൽ പെയിൻറ്റിങ്സിന് ഷെയർ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ വലിയ ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ്സിൽ ഇന്ത്യൻ ചിത്രങ്ങൾക്ക്, ഇപ്പോൾ ഇന്ത്യൻ പെയിൻറ്റിങ്സിന് വില കൂടുന്നു. അപ്പോൾ ചൈനയിൽ 33% ഇടിഞ്ഞു, അമേരിക്കയിൽ 9%, ഫ്രാൻസിലും ഇറ്റലിയിലും 10% വീതം സമ്പന്ന രാഷ്ട്രങ്ങളിൽ അത് വില കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത്, പർച്ചേസ് ശേഷി ഒക്കെ കുറഞ്ഞിരിക്കുന്നു എന്നല്ല അർത്ഥം. അതാണ് ഒന്ന്. അതിൽ ഓർക്കേണ്ട കാര്യം, ഒന്ന് അവരുടെ ശേഷി കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇതേ കാലത്ത് വിൽപ്പന കൂടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ശേഷി കൂടി. ഒന്ന് ശേഷി കൂടിയതിന് രണ്ട് കാര്യമുണ്ട് സാർ. ഒന്ന്, ഒരു രാജ്യത്ത് കലാകാരന് മനസ്സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ അവൻ മനസ്സറിഞ്ഞ് ചിത്രം വരയ്ക്കുകയുള്ളൂ. അത്രയേ ഉള്ളൂ. രണ്ട്, അത് വാങ്ങാനുള്ള ആ കലാസൃഷ്ടി വാങ്ങിക്കൊണ്ടുവന്ന് ആരാധനാപൂർവം അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ തൂക്കിയിട്ട് വീട്ടിൽ സൂക്ഷിച്ചിട്ട്
ആസ്വദിക്കാനുള്ള ശേഷി വരണമെങ്കിൽ വാങ്ങൽ ശേഷി വേണം. എന്ന് പറഞ്ഞാൽ നാട്ടിലെ കലാകാരന്മാർക്കും ആസ്വാദകർക്കും സാമ്പത്തികമായ ശേഷി ഉണ്ടാകുമ്പോഴേ കലാ മാർക്കറ്റ് വളരുകയുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിൽ സാമ്പത്തിക പുരോഗതി ഉണ്ട് എന്നാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം കൂടിയുണ്ട്. കലാകാരന് സ്വതന്ത്രമായി ആവിഷ്കാരം നടത്തണമെങ്കിൽ സ്വാതന്ത്ര്യം കൂടി വേണം. അപ്പോൾ ഇന്ത്യൻ മണ്ണ് സ്വാതന്ത്ര്യത്തിലേക്ക് എന്ന് പറഞ്ഞ ഈ കലാസൃഷ്ടികൾ വളരുന്നു അല്ലെങ്കിൽ കലാസൃഷ്ടികൾക്ക് പ്രിയം കൂടുന്നു എന്ന് പറഞ്ഞാലുള്ള രണ്ടർത്ഥം. ഒന്ന്, നമ്മൾ സാമ്പത്തികമായി വളരുന്നു, നമ്മുടെ GDP വളരുന്നു. GDP വളരുന്നു എന്ന കണക്ക് ഭരണകൂടം പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചോണമെന്നില്ല. അത് അവർ പ്രൊപ്പഗാൻഡയാണ്, PR വർക്കാണ്, അതിൻ്റെ റിഫ്ലക്ഷനാണ്. അത് സത്യമാണ് എന്ന് ജനതയുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് വെച്ചാൽ ഈ ഇതിലെ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിൽക്കപ്പെട്ടത് MF ഹുസൈൻ്റെ ഗ്രാമിത്ര എന്ന ചിത്രമാണ്. അത് 115 കോടി രൂപയ്ക്ക് വിറ്റത്. തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരു ചിത്രത്തിന്റെ പേരിൽ അദ്ദേഹം ഇവിടുന്ന് പുറത്താക്കപ്പെട്ടു ആണ്. അതിൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഈ ചരിത്രത്തിൻ്റെ ചില പാഠങ്ങളെ ഒന്ന് എപ്പോഴും ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും ഞാനിപ്പോൾ അടുത്ത കാലത്ത് നടത്തിയൊരു ടോക്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സംസ്കാരത്തെ വായിക്കാനുള്ള സാക്ഷരത നമ്മളിപ്പോഴും ആർജിച്ചിട്ടില്ല. അതാണ് ഇന്ത്യൻ ഫിലോസഫിയുടെ പരാജയം. ഇന്ത്യൻ ഫിലോസഫിയിൽ ഏതെങ്കിലും ഒരു മിത്ത് അല്ലെങ്കിൽ മീൻസ് ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെ ഒരു ചിഹ്നം എടുത്ത് പറഞ്ഞാൽ ഉടനെ നമ്മളത് മിത്തല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഈ മിത്ത് പകരുന്നൊരു വലിയ വിജ്ഞാനമുണ്ട്, ഒരു ഊർജ്ജമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മോൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ മോൻ ഒരു ദിവസം രാത്രി ഞാൻ ഒരു പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനന്ന് ഓർത്തില്ല, ആഗസ്റ്റ് 14 രാത്രിയാണ്. അപ്പോൾ ഇവനുണ്ട് ഞാൻ വന്നപ്പോൾ വീട്ടിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ എന്താണ് കാര്യം എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവനവിടെ ത്രിവർണ്ണ പതാക ഉയർത്താൻ വേണ്ടി കയറിയതാണ്. അപ്പം ഞാൻ ആ പതിവില്ലാത്തൊരു പരിപാടി, അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ അടിച്ചു കൊടുത്ത് അവരോട് ഇറങ്ങി വന്നിട്ട് ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഈ പാതിരാക്ക് തന്നെ പതാക ഉയർത്തുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അല്ല പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല, ഹർ ഘർ തിരങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്താ അതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അല്ല എല്ലാ വീട്ടിലും പതാക ഉയർത്തണമെന്നല്ലേ പറഞ്ഞത്. ഞാൻ അവനോട് അകത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവനോട് പറഞ്ഞു, പൊട്ട, ആ പറഞ്ഞതിൻ്റെ യഥാർത്ഥ അർത്ഥം നീയെങ്കിലും മനസ്സിലാക്കണം. നീ ഈ ടെക്നോളജിയൊക്കെ പഠിച്ച് KPMG ഗ്രൂപ്പിലൊക്കെ പണിയെടുക്കുന്നവനല്ലേ. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഹർ ഘർ തിരങ്ക എന്ന വാക്ക് പ്രതീകാത്മകമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? ഇന്ത്യയിലെ ഓരോ വീട്ടിനകത്തും സ്വാതന്ത്ര്യം വരണമെന്നാ. അങ്ങനെ അർത്ഥമുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, എടാ നിൻ്റെ ഉപ്പച്ചിക്കും നിൻ്റെ ഉമ്മച്ചിക്കും ഒരേ സ്വാതന്ത്ര്യം ഉണ്ടോ? നിനക്കും നിൻ്റെ പെങ്ങൾക്കും ഒരേ സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയും, ഇത് വളരെ പ്രധാനമാണ്, വാക്കുകളെ കൃത്യമായിട്ട് എടുക്കുക. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതോത്സവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എന്നോട് ചോദ്യം ചെയ്യാൻ ഇപ്പോൾ നമുക്ക് സംവാദങ്ങൾക്ക് സന്തോഷമാണല്ലോ. ഒരു ചോദിക്കുന്നൊരു ചോദ്യം, മാഷ് എന്തിനാണ് സ്വാതന്ത്ര്യം എന്ന രാഷ്ട്രീയ പ്രയോഗത്തിൻ്റെ കൂടെ അമൃതം എന്ന മതപ്രയോഗം ചേർക്കുന്നത്? ഞാൻ പറഞ്ഞു, അമൃതം എന്ന മതപ്രയോഗമാണെങ്കിൽ അത് എൻ്റെ അർത്ഥത്തിൽ അത് സംസ്കാരത്തിൻ്റെ പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം ഞാൻ വായിക്കുന്നത്, നിങ്ങൾ തലച്ചോറ് കൊണ്ട് സംസ്കാരം വായിച്ചാൽ അപകടമാണ്, നിങ്ങൾ ഹൃദയം കൊണ്ട് വായിച്ചു നോക്കൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യം അമൃതമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം രണ്ടാണ്. ഒന്ന്, അത് വെറുതെ കിട്ടിയതല്ല, പാലാഴി മഥനം നടത്തിയിട്ട് കിട്ടിയതാണ്. രണ്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യവും വെറുതെ കിട്ടിയതല്ല, കഷ്ടപ്പെട്ട് നേടിയതാണ്. രണ്ട്, അത് അമരത്വം നൽകും, നഷ്ടപ്പെടുത്താൻ പാടില്ല, അമൂല്യമാണ് എന്നതിൻ്റെ അർത്ഥം. ഇതുപോലെയുള്ളൂ ഇത്. നമുക്ക് ഇന്ത്യൻ കൾച്ചർ ഇപ്പോഴും വായിച്ചിട്ട് ഇതിലൊരു ചിത്രം അമൃത ഷെർഗിലിൻ്റെ ഇതൊന്നും ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഈ MF ഹുസൈനെ ചിത്രം വരച്ച കാലത്ത് ദേവിയെ നഗ്നയായി വരച്ചു എന്നാണ്. ഇതൊക്കെ മനുഷ്യൻ്റെ പേരും വംശവും മേൽവിലാസവും ഒക്കെ നോക്കിയിട്ട് മനുഷ്യൻ്റെ കലാസൃഷ്ടിയെ വിലയിരുത്തുന്നതുകൊണ്ടാണ്. സാറിന് ഇപ്പോൾ റോബിൻ ചേട്ടൻ കൃത്യമായിട്ട് അറിയാലോ, ഇന്ത്യൻ സന്യാസി പരമ്പര പരിശോധിച്ചാൽ സർമത് ഷഹീദിനെ പോലുള്ള മുസ്ലിം സന്യാസിമാർ നഗ്ന സന്യാസികളാണ്. അതെ, നമ്മുടെ കുംഭമേളയിൽ മുങ്ങിക്കുളിക്കാൻ പോകുന്ന മഹാസന്യാസിമാരൊക്കെ നഗ്നന്മാരാണ്, അഘോരികൾ. അപ്പം നഗ്ന സന്യാസിമാരെ കളിയാക്കുന്നൊരു പണിയുണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. സൃഷ്ടിക്കും സ്രഷ്ടാവിനുമിടയിൽ ഒരു നൂൽബന്ധം പോലും ആവശ്യമില്ലാത്ത ശുദ്ധാത്മാക്കളാണ് സന്യാസികൾ എന്ന് മനസ്സിലായിട്ടില്ല. ആ ചിത്രമാണ് MF ഹുസൈൻ വരച്ചത്. അത് വരച്ച കാലത്ത് മലയാളിക്കും ഇന്ത്യക്കാർക്കും മനസ്സിലായില്ല. നമ്മൾ പരിഹാസം അവരെ വല്ലാതെ ആക്ഷേപിച്ചു. മൂല്യമുണ്ടായി. ആട്ടി ഓടിച്ചു. എന്നിട്ട് അദ്ദേഹം ഖത്തറിൽ പോയി അഭയം തേടി. അത് കഴിഞ്ഞ് ലണ്ടനിൽ കിടന്നാണ് മരിച്ചത്. 2000 ഇന്ത്യ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞാൽ MF ഹുസൈൻ്റെ മൂല്യം തിരിച്ചറിയുന്നു ഇപ്പോൾ. ഒന്ന്, വേറൊരു ചിത്രം ആരാ പറഞ്ഞത്? അമൃത ഷെർഗിൽ. അതിന് മഹാത്ഭുതമല്ലേ? ഞാൻ ആലോചിച്ച് നോക്കൂ, അമൃത ഷെർഗിലിൻ്റെ ചിത്രങ്ങൾ എന്നാ വിറ്റ് പോകുന്നത്? 2025 ലോകത്തിലെ ഏറ്റവും വലിയ വില അല്ലേ? MF ഹുസൈൻ്റെ ചിത്രത്തിന് എത്ര വില? 115 കോടി രൂപ, 13.8 മില്യൺ ഒരു ചിത്രത്തിനാണ്. 7.45 മില്യനാണ് അമൃത ഷെർഗിലിൻ്റെ.
ഇത് കൊടുക്കുന്ന ഒരു ഊർജ്ജം ആലോചിച്ച് നോക്കൂ. ഒരു ചിത്രകാരന്, ഒരു MF ഹുസൈന്, ഒരു പുണിഞ്ചിത്തായക്ക്, ഒരു 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 യൂസഫ് അറക്കലിന് ഒരു ചിത്രം വരച്ചാൽ മതി ഒരു ജീവിതത്തിൽ. പക്ഷേ എനിക്കറിയാവുന്ന ഒരുപാട് ചിത്രകാരന്മാരുണ്ട്, വലിയ ചിത്രങ്ങൾ വലിയ എമൗണ്ട് ആവുന്നത്, വലിയ വാങ്ങണം. ഒരു ചിത്രം വരച്ചു കിട്ടാൻ പോലും വലിയ പണിയാ, അത്ര എളുപ്പമൊന്നുമല്ല. അതെ അതെ, അവർക്കൊക്കെ വല്ല മൂല്യമുള്ള ആളുകളാ. അതെ അതെ, തീർച്ചയായിട്ടും ചിത്രങ്ങളുടെ വില അറിയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വിട്ടുപോകണം. ഞാൻ പാരീസിൽ അതിൻ്റെ ഒരു വില കണ്ടിട്ടുണ്ടായി, ഒറിജിനൽ ചിത്രങ്ങൾ നമുക്ക് ആലോചിക്കാം. ഒറിജിനലിൻ്റെ വില. ഇനി വേറൊരു കാര്യം അറിയോ, ഞാൻ ഈ പുറത്തു പോയപ്പോൾ ഞാൻ കണ്ടത് ലോകത്തിലെ ഏറ്റവും നിലവാരമുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ, വൻകിട സാമ്പത്തിക സ്ഥാപനങ്ങൾ പരസ്യത്തിന് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള, നമ്മുടെ നാട്ടിലോ ഒക്കെ ഇപ്പോഴും ആ കൾച്ചർ എത്തിയിട്ടില്ല. സൗദി ഹോളണ്ടി ബാങ്ക് എന്നൊരു ബാങ്ക് ഉണ്ട്, ഹോളണ്ടിൻ്റെയാണ്. ഹോളണ്ട് കൊണ്ടുവന്ന് സൗദി അറേബ്യയിൽ കൊളാബറേഷനായിട്ട് നടത്തുന്ന ബാങ്കാണ്. ആ ബാങ്കിൻ്റെ മുഴുവൻ പരസ്യവും എന്താണെന്നറിയോ, വിൻസെന്റ് വാൻഗോഗിന്റെ ചിത്രങ്ങൾ, ലോകപ്രശസ്തമായൊരു ബാങ്കിന്റെ ആഗോള നെറ്റ്വർക്കിന്റെ വാൻഗോഗിന്റെ ചിത്രങ്ങളല്ലാത്ത ഒരൊറ്റ ചിത്രം മാത്രം. അപ്പൊ ആലോചിച്ചു, വാൻഗോഗ് ജീവിച്ചിരിക്കുമ്പോൾ ദരിദ്രനായി മരിച്ച ആളാണ്. അപ്പോ ഏറ്റവും വലിയൊരു സാമ്പത്തിക സ്ഥാപനം ഇപ്പൊ വാൻഗോഗിന്. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, വാൻഗോഗിന്റെ ചിത്രങ്ങൾക്ക് വലിയ വില കൊടുത്താണ് അതിന്റെ കോപ്പിറൈറ്റ് അവർ വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനത്തെ സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടുന്നുണ്ട് കലാരൂപങ്ങൾക്ക്. അതുകൊണ്ട് ചിത്രം വിറ്റുപോകുന്നു. ഇവരുണ്ടല്ലോ, ആരാണ്, നമ്മുടെ അമൃത ഷെർഗിലും അത്ഭുതമാണ്, മഹാത്ഭുതമാണ്. 1941 മരിച്ചുപോയി, 30 വയസ്സ് തികയുന്നതിന് മരിച്ചുപോയ ആളാണ്. അവർ ഹംഗറിയിലാണ് ജനിച്ചത്, ചിത്രം വരക്കാൻ വേണ്ടി ഇന്ത്യയിൽ വന്നത്. എനിക്ക് തോന്നുന്നു 30 വയസ്സിന് മുമ്പേ മരിച്ചു പോയിരുന്നു. 40-41 മരിച്ചു പോയിട്ടുണ്ട്. 41 മരിച്ചുപോയ ചിത്രകാരിയുടെ ഒരു ചിത്രത്തിന് ഇപ്പം എത്ര വില കിട്ടിയത്? ഇപ്പം $7.45 മില്യൺ. എന്ന് പറഞ്ഞാൽ ചിത്രം അത് ഏകദേശം ഇന്ത്യയിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് 75 കോടിക്ക് താഴെയുണ്ട്. എന്തായാലും ഇന്ത്യൻ ഒന്നാലോചിച്ചു, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ചിത്രങ്ങൾ ഒന്നായിട്ട് ഇതാണ് ചിത്രകലയുടെ ഒരു കലയുടെ വില. അതാണ് 41 മരിച്ചുപോയ ആളാണ്. ആ മാർക്കറ്റ് 2022 $92 മില്യൺ ഉയർന്ന ആ മാർക്കറ്റ് ഈ പറയുന്ന മോഡേൺ മാസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ MF ഹുസൈനും മറ്റാൾക്കാരും, SH റാസ, FN സൂസ, ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പൊ സയ്യിദ് ഹൈദർ റാസ, എനിക്ക് തോന്നുന്നു അദ്ദേഹം SH റാസ അല്ലേ? അതെ, അന്താരാഷ്ട്ര റാസ മധ്യപ്രദേശുകാരനെ മറ്റാണ്. അന്താരാഷ്ട്ര കലാശേഖരങ്ങളിൽ ഇവരുടെ വിപണിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ നിലവിലെ ഈ പ്രവണതകൾ തുടരുകയാണെങ്കിൽ ഈ വളർച്ച വെറും ഒരു തുടക്കം മാത്രമായിരിക്കും. ഇനിയും വളർന്നു വരാൻ പോകുന്നു, പല കലാകാരന്മാരും വളർച്ചയുണ്ടാവും. പലരുടെയും ചിത്രത്തിന് ഇനിയും വരാൻ പോകുന്നു. അത് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? കലാവിപണി വളരുകയാണ്. കലാവിപണി വളരുകയാണ് എന്നുള്ളതിൻ്റെ ഒരു രണ്ട് കാര്യങ്ങൾ. ഇതിൻ്റെ GDP വളരുകയാണ്. അതായത് രണ്ട് കാര്യങ്ങൾ കൂടുന്നു. ഒന്ന്, ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യം വരുന്നു. 2, സ്വാതന്ത്ര്യം കൂടുന്നു. 2, സമ്പത്തും കൂടുന്നു. വലിയ സൂചന, ഇന്ത്യയുടെ വളർച്ചയുടെ യഥാർത്ഥ സൂചകങ്ങൾ കലാകാരന്മാരുടെ വളർച്ചയാണ്. ഇനി ചെയ്യേണ്ടത്, ഇതിപ്പോ ചിത്രകലയിൽ മാത്രമുള്ള ഒരു ഇൻഡെക്സാണ് നമ്മൾ കാണിച്ചത്. ഇത് സംഗീതത്തിൽ കാണിക്കണം. സംഗീതത്തിന്റെ വളർച്ച, വിറ്റുപോകുന്ന ഇന്ത്യൻ ആൽബങ്ങളുടെ കണക്ക്, ഇന്ത്യൻ സിനിമയുടെ കണക്ക്, ഇന്ത്യയിലെ വലിയ തോതിൽ തിരിച്ചു വരുന്ന നാടക വിപണിയുടെ കണക്ക്, ഇന്ത്യയിലെ സിനിമകളുടെ, ഇങ്ങനെയുള്ള എല്ലാ കണക്കുകളും എടുക്കേണ്ടത്. സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട ചുമർ ചിത്രങ്ങളുടെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയായി ബന്ധപ്പെട്ട കയറ്റുമതി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം രുദ്രാക്ഷങ്ങളുടെ കയറ്റുമതിയെ കുറിച്ച് വായിച്ചു. അതെ, രുദ്രാക്ഷത്തിന്റെ കുരുവില്ലേ, അത് മാത്രം 1 കോടി രൂപയുടെ രുദ്രാക്ഷ കുരുവാണ് സ്വിറ്റ്സർലൻഡിലേക്ക് മാത്രം കയറ്റി അയക്കുന്നത്. അത് ചെറുതല്ല. അതുപോലെ തന്നെ ആഴത്തിൽ നടത്തേണ്ട പഠനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം. എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ഫിലോസഫി ഏതൊക്കെ തരത്തിലാണ് കലാലോകത്ത് വിപണനം ചെയ്യപ്പെട്ടത്, സാഹിത്യത്തിൽ, സിനിമയിൽ, സംഗീതത്തിൽ ഒക്കെ അതിൻ്റെ കോൺട്രിബ്യൂഷൻസ്, അതുപോലെ ഇന്ത്യൻ സ്പിരിച്വാലിറ്റി ആരെയൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു, വളർത്തി. അപ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് ഇന്ത്യയുടെ വളർച്ച യഥാർത്ഥത്തിൽ കാണാൻ പറ്റുക. തീർച്ചയായിട്ടും അത് കാണാനുള്ള ഏറ്റവും നല്ല ടൂളാണത്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ചിത്രകലയുടെ ഒരു ടൂള് മാത്രം എടുത്ത് കാണിക്കും. ഹർമൻ ഹാസയൊക്കെ എങ്ങനെയാണ് സിദ്ധാർത്ഥ് നിർമ്മിക്കാൻ കാരണമായതുപോലെ പഠിക്കേണ്ടതാണ്. ഒരുപാട് കാര്യങ്ങളാണ്. പുതിയ കാലത്ത് നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ എല്ലാം പഠിക്കപ്പെടേണ്ട കലകൾ, ഇന്ത്യ കലകളൊക്കെ തന്നെ വ്യാപകമായിട്ട് പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ പുരോഗതി. എന്തായാലും ഈ ബാബാ സാഹേബ് ഫാൽക്കെ അവാർഡ്
കേരളത്തിലേക്ക് വന്ന സമയത്താണ് നമ്മൾ ഈ ഈ ഒരു വർത്തമാനം ഇന്ത്യൻ പറയുന്നത്. കലയ്ക്ക് വിലയുണ്ടാവുന്നു, ഇന്ത്യൻ കലാകാരന്മാർക്ക് അന്തർദേശീയ തലത്തിൽ വിലയുണ്ടാവുന്നു, നിലയുണ്ടാവുന്നു. സന്തോഷമുള്ള കാര്യം. അതിൽ മലയാളികൾ മോശമല്ലാത്ത പങ്ക് പ്രകടനമുണ്ട്. അല്ലേ? അതെ. സത്യത്തിൽ ഓസ്കാർ പോലും കേരളത്തിൽ പോലും എത്തിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മുടെ ഇനിയും പല വരും, കലാകാരന്മാർ. ഇനിയും വരും. ഇനിയും വന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും. ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ ഇന്ത്യയുടെ എന്താണ് പറയുക, കലാഭാരതത്തിൻ്റെ പുരോഗതി ഇന്ത്യൻ പുരോഗതിയുടെ തന്നെ അടയാളമാണ് എന്ന് എഴുതി ചേർത്ത് അതിൻ്റെ താഴെ ഓരോ ഇന്ത്യക്കാരനും കയ്യൊപ്പ് ചേർത്തുമ്പോൾ നമ്മുടെ തന്നെ നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ പറ്റും, ഞാനും വളരുകയാണ്, ഞാനൊരു ഭാരതീയനാണ്. ഞാനും ഭാരതീയനാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.